അത്തംപത്തിന് പൊന്നോണം 2026 ഹാപ്പി ലാൻഡ് പ്രസൻസ് പവേഡ് ബൈ സഹാറ മോട്ടോഴ്സ് co-powered by Sribhadra Furniture co-presents Butterflies. This program is brought to you by Courier World. ഇന്ന് തൃക്കേട്ട ഓണനാളുകളിലെ 6-ാം ദിവസം പല സ്ഥലത്തു നിന്നുള്ള കുടുംബാംഗങ്ങൾ തറവാടിൽ ഒത്തുകൂടുന്നു. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ഓണക്കളികളിൽ ഏർപ്പെട്ടും ഓണപ്പാട്ടുകൾ പാടിയും മഹാബലിയെ വരവേൽക്കാനായി എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ദിവസം. ഹായ് ഓൾ, കാലിക്കറ്റ് ഷെഫ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. മലയാളികൾ എല്ലാവരും ഭക്ഷണപ്രിയരാണ്. വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ്. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വീട്ടിലെ പോലെ തന്നെ രുചികരമായ കാര്യങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിക്കറ്റ് ഷെഫ് അൽനാദയിലേക്ക് പോന്നോണം. അപ്പം ആ കാലിക്കറ്റ് ഷെഫിനെ പറ്റി നമുക്ക് കൂടുതൽ, ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓണറായ ഫൗസിയ മാം നമ്മുടെ കൂടെയുണ്ട്. അവരോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നമ്മളൊരു 7 വർഷം കഴിഞ്ഞു. നമ്മൾ കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറൻറ്റിൽ എന്താ ഇവിടുത്തെ സ്പെഷ്യൽ? എല്ലാം സ്പെഷ്യൽ തന്നെയാണ്, പക്ഷെ എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാം കുക്ക് ചെയ്യണം. ഇപ്പം ലഞ്ചാണെങ്കിലും ഡിന്നറിൻ്റെ ഐറ്റംസ് ആണെങ്കിലും. അപ്പം ഒരു ടൈമിൽ 2-3 വർഷം ഞാൻ തന്നെയായിരുന്നു ലഞ്ചിന് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പം അത് ഫോളോ ചെയ്തിട്ട് തന്നെ ഇപ്പം അവർ ചെയ്യണത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ. അതിവിടെ നമുക്ക് വരുന്ന ഗസ്റ്റ് ആണെങ്കിലും എല്ലാവരും പറയും, അത് ഇപ്പോൾ സദ്യ കഴിച്ചാലും ഓണസദ്യ ആണെങ്കിലും അങ്ങനെ ഹെവി ആയിട്ട് തോന്നില്ല, നമ്മൾ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കണ പോലെ എന്നൊക്കെ പറയും, കമൻസ് പറയലുണ്ട്. അപ്പം മാം ആണ് ഇത് ആദ്യമൊക്കെ കുക്ക് ചെയ്ത് അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, മാമിൻ്റെ കൈപ്പുണ്യം. അപ്പം മാമിൻ്റെ ഇഷ്ടപ്പെട്ടെ ഇപ്പം കസ്റ്റമേഴ്സൊക്കെ വന്ന് ചോദിക്കില്ലേ ഇനി എന്താണ് ഇപ്പം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പം മാമിൻ്റെ ഒരു ഡിഷ്? ഇവിടെ മെയിനായിട്ട് ബീഫ് തന്നെ പറയും എല്ലാവരും പറയാ ബീഫ് തന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് പറയണത്. അത് ബീഫ് ഫ്രൈ ആണെങ്കിലും വരട്ടാണെങ്കിലും എല്ലാം അത് നമ്മൾ കുക്കറിലൊന്നും ബോയിൽ ചെയ്തിട്ടല്ല, നേരെ ഉരുളിയിൽ ചെയ്യണതാണ്. അത് നമ്മുടെ സ്പെഷ്യൽ തന്നെയാണ്. പിന്നെ ഇവിടെ ഷെഫുമാരുടെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്, ഫിഷിൻ്റെ ഉണ്ട്. ഫിഷിനും നല്ല നല്ല പേരുണ്ട്, അത്യാവശ്യം ഫിഷ് ഐറ്റംസിന്. നമ്മൾ ഓണം വരുവാണ്, അപ്പം ഓണത്തിന് എന്താണ് സ്പെഷ്യൽ ഒരുക്കാൻ പോണത്? ഓണം നമ്മൾ എല്ലാ തവണയും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ 3-4 ഫാമിലി ഉണ്ട്, അവരെല്ലാവരും വരും, മക്കളുടെ ഫ്രണ്ട്സ് വരും, എല്ലാവരും കൂടി രാത്രി നമ്മളിവിടെ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്ത് ഫുൾ കട്ടിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് പാട്ടൊക്കെ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ടാണ്. അത് അങ്ങനെ ഒരു എല്ലാ വർഷവും ആ ഒരു രീതിയിലാണ് പോകുന്നത്. ഇപ്പം ഫൗസിയമ്മ പറഞ്ഞില്ലേ ഇവിടെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ മാം പറയുന്ന സമയത്ത് നമ്മൾ ശരിക്കും നാട്ടിലൊക്കെ ചെയ്യില്ല, എല്ലാ വീട്ടുകാരും ആ ഒരു ഫീലാണ്. അപ്പൊ ആ ഒരു സ്നേഹം അതൊക്കെ ആയിരിക്കും ഈ ടേസ്റ്റ് കൂടുന്നതിന്റെ ഒരു കാരണം അല്ലേ? സത്യം നമ്മളിപ്പോ ഒരു എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാണ്. അതാണ്. അപ്പൊ രാത്രി ഇവിടെ കഴിക്കാൻ വരുന്ന നമ്മുടെ ഗസ്റ്റ് ആണെങ്കിലും ഈ ഇവിടുത്തെ ഈ ഓളോ കണ്ടിട്ട് അവരും കുറച്ചുനേരം അവരും വന്ന് ജോയിൻ ചെയ്ത് ഇത് കണ്ട് നിൽക്കും, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അതെ, നമ്മള് എന്തും ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട് മനസ്സാതെ ചെയ്യാന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുതൽ അല്ലേ? നമ്മൾ വീട്ടുകാർക്ക് വെക്കുന്ന പോലെ തന്നെയുള്ള ഒരു അല്ലേ ആ രീതിയിൽ. അതായിരിക്കും മാമിനെ പറ്റി എല്ലാരും ഇവിടെ ഹോംലി ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. ഓണസദ്യ എന്ന് പറഞ്ഞത് അത് കറക്റ്റ് നമ്മൾ തലേദിവസം നേരത്തെ കുക്ക് ചെയ്യണമല്ലോ, കാരണം ഇത്രയും ഈ 10-30 ഐറ്റംസ് പാക്ക് ചെയ്താലേ ഒരു സദ്യ ആവുള്ളൂ. അപ്പൊ അതിന് അത്രയും ടൈം കൊടുക്കണം. രാവിലെ ആണെങ്കിൽ 11 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഡൈനിങ് ആൾക്കാർ വന്നു തുടങ്ങും. അപ്പൊ അതിനുള്ളിൽ നമ്മുടെ ഈ പാക്കിംഗ് കംപ്ലീറ്റ് കഴിയണം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഉച്ചയ്ക്ക് ലഞ്ചും എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് എന്നാലേ നമുക്ക് ആ ഒരു സമാധാനമുള്ളൂ. കാരണം കുറേ പേര് പ്രീ ഓർഡർ ചെയ്തവരുണ്ടാവും. ഇതൊക്കെ രാത്രി നേരത്തെ കുക്കിംഗ് തുടങ്ങുന്നതുകൊണ്ട് മോശമായി പോവാം, പല പ്രശ്നങ്ങളും ഇതിനകത്ത് വരാനുണ്ട്. ഒരുപാട് സ്ഥലത്ത് അങ്ങനെ അത് ഈ ചൂടും ഇതിൽ, കാരണം എല്ലാം തേങ്ങയും എല്ലാം വെച്ച് ചെയ്യണല്ലേ. അപ്പൊ നമ്മള് അത്രയും ശ്രദ്ധിക്കണം, അത്രയും ടെൻഷനുമാണ്. എല്ലാം കഴിഞ്ഞ് എല്ലാവരും കഴിച്ച് നല്ലത് പറയും, ഒരു സമാധാനം, അന്നേ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. മാമിന്റെ ഈ പാഷൻ അതുകൊണ്ടല്ലേ ഇപ്പൊ ഇത്രയും വർഷമായിട്ട് ഈ കാലിക്കറ്റ് ഷെഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതും ഇതേപോലെ തന്നെ ഇനിയും ആൾക്കാർ അറിഞ്ഞു വരട്ടെ. കേരളത്തിൽ ഏത് ഭാഗത്തുള്ളവർക്കായാലും ഇഷ്ടപ്പെടും, അവരുടെ നാട്ടിൽ നിന്ന് പണ്ട് കഴിച്ച രീതിയിലുള്ള ഒരു ഫുഡാണ്. മറ്റൊരു സെഗ്മെന്റുമായി കാണുന്നവരേക്കും ധന്യ, സൈനിങ് ഓഫ്.
ബട്ടർഫ്ലൈസ് ബൊട്ടിക്കിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ബട്ടർഫ്ലൈ ബൊട്ടിക്കിന്റെ ഓണറായ സരിത ഗിബിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മൊബൈലിൽ വന്ന് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്. ഓണത്തിനുള്ളത് നല്ല സ്റ്റിച്ചിങ്, പ്രൈസ് വൈസ് എല്ലാം വളരെ അതിവിടെ കരാമയിൽ ആർക്കും കിട്ടാത്ത ഒരു പ്രൈസുമാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോകുന്നതും. അതാണ് മെയിൻ ആയിട്ട്. അടുത്തൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് നമ്മുടെ അബുഷാകാരിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഓൺലൈനിൽ മൊബൈലിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ദുബായ് കരാമയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, ഇനി നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ക്ലബ് ചെയ്തിട്ട് ഡെലിവറി ചാർജില് യു എയിൽ ഡെലിവറി ചാർജ് ഭയങ്കരമാണ്. 19-20 dirhams ആണ്. നമ്മുടെ ചാർജ് 19 ആണ്. അപ്പൊ ഈ 19 dirhamsന് നിങ്ങൾ എത്രയൊക്കെ പർച്ചേസ് ചെയ്തു 10 പാക്കറ്റ് അടക്കമായിട്ട് നമ്മൾ ഒരുമിച്ച് ഏത് 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒറ്റ 19 dirhamsന് നമ്മൾ കൊറിയർ ഓ വെരി ഗുഡ്. വലിയൊരു ഇത്ര പാക്കറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡെലിവറി ചാർജേ വരുന്നുള്ളൂ. ഓരോ ടൈമിലും ഓരോരുത്തരും ഇങ്ങനെ എല്ലാ ഭാഗത്തും എല്ലാം ക്ലബ് ചെയ്യുന്ന ഒറ്റ ഡെലിവറി അത്രയും സേവ് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന്. അതാണ് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു. കളക്ഷൻസ് അതുകൊണ്ടല്ലേ അത് ബഡ്ജറ്റ് ഓണത്തിന് തിരക്കാണ്. ഫുൾ ഓണം കളക്ഷൻസ് ആണ് ഇറക്കിയിരിക്കുന്നത്. നാട്ടിലൊരു കളക്ഷൻ ഇറങ്ങിയാൽ വിത്തിൻ 3 days എത്തിക്കും. ബട്ടർഫ്ലൈസ് ഉണ്ടാവും. അതാണ് ബട്ടർഫ്ലൈസിന്റെ പ്രത്യേകത. മദ്രാസ് കോട്ടൺ, മദ്രാസ് ചെക്ക് എത്തി നമ്മുടെ അടുത്തുണ്ട്. എല്ലാ ഷോപ്പിലും എല്ലാ ഐറ്റംസ് ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റം, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു കുടക്കീഴി. ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മുല്ലപ്പൂ മാല നമുക്ക് 10 dirhams തൊട്ട് മുല്ലപ്പൂ മാലയുണ്ട്. 10 dirhams മുല്ലപ്പൂ മാല കഴിഞ്ഞ മണമുള്ള പിന്നെ 60 dirhams വരെ ഉണ്ട് കേട്ടോ. അതിന്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് അടിച്ച് മാലയുടെ ഇത് മാറും. പിന്നെ ആക്സസറീസും കൂടെ കണ്ടല്ലേ? എല്ലാതും എല്ലാ ടെമ്പിൾ ജ്വല്ലറി ഇളക്കത്താലി ഇതാണ് മെയിൻ. ഓണം കൊണ്ടുപോയിക്കുന്ന ഇളക്കത്താലി വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് ലോട്ടസ് ആയിരുന്നു. ലോട്ടസ് മാലയായിരുന്നു. ഇതാണ് ട്രെൻഡിങ്. അതും എല്ലാതും ഇവിടെ കിട്ടും. ധൈര്യമായിട്ട് പോരെ. അങ്ങനെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് അത്രയും വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഇത് തേർഡ് ഷോപ്പ്. ഓഫ് കോഴ്സ് ആ ഒരു വിശ്വാസം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും ധന്യ സൈനിങ് ഓഫ്. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ഹായ് ഓൾ, നമസ്കാരം. സഹാറ മോട്ടോഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സഹാറ മോട്ടോഴ്സിനെ പറ്റി ആധികാരികമായി സംസാരിക്കാൻ സിഒ സുബിൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ സാർ, സഹാറ മോട്ടോഴ്സിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നാൽ ഏത് ടൈപ്പ് ഓഫ് കാർസ് ആണ് നമ്മളിപ്പം കൂടുതലായിട്ട്? നമ്മുടെ മെയിൻ ഒരു 90% ഓഫ് ദ വെഹിക്കിൾ ജാപ്പനീസ് ബ്രാൻഡാണ്. ജാപ്പനീസ് ബ്രാൻഡ് പല ബ്രാൻഡുകളും ഉണ്ട്. പിന്നെ അതേ നമുക്ക് കുറച്ച് US ബേസ്ഡ് ബ്രാൻഡും നമ്മുടെ കയ്യിലുണ്ട്. അത് പക്ഷേ അത്രയില്ല. അത് നമ്മൾ മിക്കവാറും ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റമർ പ്രീ ഓർഡറാണ്. കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് സ്പെസിഫിക് പർപ്പസിനായിട്ടുള്ള വെഹിക്കിൾ, ലൈക്ക് ആംബുലൻസ് കൺവേർഷൻസ് അല്ലെങ്കിൽ ഫയർ ഫൈറ്റിങ്, അതുപോലുള്ള സ്പെസിഫിക് യൂസിനായിട്ടുള്ള വെഹിക്കിൾസാണ് അത് കൂടുതലും നമ്മൾ ഓർഡർ ചെയ്യുന്നത്. പക്ഷേ ജാപ്പനീസ് വെഹിക്കിൾ എല്ലാ ടൈപ്പ് വെഹിക്കിൾസും ഉണ്ട്. അതായത് ചെറിയ സിഡാൻ തൊട്ട് നമുക്കാണെങ്കിൽ വലിയ SUVs, ബിഗർ SUVs വരെ അതുണ്ട്. അത് കസ്റ്റമേഴ്സിനാണെങ്കിൽ പല യൂസിന്, അവരുടെ പേഴ്സണൽ യൂസിന്, ചിലതാണെങ്കിൽ ഫ്ലീറ്റ് യൂസിനുള്ള വെഹിക്കിൾസ്, പിന്നെ ആണെങ്കിൽ അതുപോലെ ഈ പറഞ്ഞ മാതിരി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ലൈക്ക് മിലിറ്ററി പർപ്പസ് അല്ലെങ്കിൽ പിന്നെ പോലീസിങ് അവർക്കുള്ള വെഹിക്കിൾസ്, അല്ലെങ്കിൽ ആംബുലൻസ് സർവീസസ്, പേഷ്യൻ്റ് ട്രാൻസ്പോർട്ടർ, അങ്ങനെയുള്ള കൺവേർഷൻസിന് വേണ്ടിയുള്ള വെഹിക്കിൾസ്. അങ്ങനെ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ വിവിധ മേഖലകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ജാപ്പനീസ് വെഹിക്കിൾസ്, ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് നമ്മുടെ സ്റ്റോക്കിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും.
കറന്റ് ഇയേഴ്സ് എല്ലാം മോസ്റ്റ്ലി കറണ്ട് ഇയർ മോഡലെല്ലാം റീഎക്സ്പോർട്ട് ചെയ്യാനുള്ള വെഹിക്കിളാണ്. പിന്നെ ഈ പഴയ മോഡൽസ്, അതായത് 24, 23 അതാണെങ്കിൽ നമുക്ക് ചിലപ്പം ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ റേറ്റിൽ കിട്ടും. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ മോഡലിൽ ഒരു 50 വണ്ടി അത് മേടിക്കുമ്പോഴത്തേന് നമുക്കൊരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറുടെ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വെഹിക്കിൾസിന് സ്പെഷ്യൽ പ്രൈസിന് നമുക്ക് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാൻ പറ്റും. അത് പിന്നെ ഇപ്പോൾ ലോക്കലായിട്ടുള്ള റിക്വയർമെൻ്റ് ആണെങ്കിലും അത് നമുക്ക് പഴയ മോഡൽസ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാറുണ്ട്. ബെസ്റ്റ് പ്രൈസിന് ഓഫർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സ്പെഷ്യൽ റേറ്റിൽ വരുന്ന വണ്ടികൾ കൂടുതലും നമുക്കാണെങ്കിൽ റീഎക്സ്പോർട്ട് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ ആ ഒരു പ്രൈസിൽ കിട്ടുന്നതുകൊണ്ട് ലംസമായിട്ട് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ മോഡൽ 50 വണ്ടി അല്ലെങ്കിൽ 100 വണ്ടി അത് അത്രയും നമ്മൾ റീഎക്സ്പോർട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ലോക്കൽ റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ടൈം ടു ടൈം അത് മാനേജ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അത് വളരെ കുറച്ച് ഇതിൽ ഉള്ളൂ. പക്ഷെ കൂടുതലും റീഎക്സ്പോർട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് റീഎക്സ്പോർട്ടാണ്. എല്ലാം അൺയൂസ്ഡ് വെഹിക്കിൾസ് ആണ്, യൂസ് ചെയ്യാത്ത വെഹിക്കിൾസ്, ബ്രാൻഡ് ന്യൂ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾസ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾസ് നമുക്ക് കുറച്ച് വെഹിക്കിൾസ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് കൂടുതലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വെഹിക്കിൾസ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ ഇപ്പം ഫാർ ഈസ്റ്റ് മാർക്കറ്റ് ഉണ്ട്, അതായത് ഫാർ ഈസ്റ്റിലേക്ക് പല കൺട്രീസിലേക്കും പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ആഫ്രിക്കൻ മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ സൗത്ത് അമേരിക്കൻ മാർക്കറ്റ് നമ്മുടെ ഒരു മേജർ മാർക്കറ്റാണ്. അവിടേക്കും വണ്ടികൾ പോകുന്നുണ്ട്, ധാരാളം വണ്ടികൾ പോകുന്നുണ്ട്. അപ്പം ടൈം പീരീഡ് നമ്മൾ എങ്ങനെയാണ് ഇപ്പം കസ്റ്റമറുമായിട്ട് ഡീൽ ചെയ്യുന്നത്? ഇപ്പം ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ സൗത്ത് അമേരിക്കയിൽ പോകുന്ന വണ്ടികൾ ഒരു ഓൾമോസ്റ്റ് 2 months എടുക്കും ഇവിടുന്ന് അങ്ങ് ചെല്ലുമ്പോഴത്തേന്. ആഫ്രിക്കയൊക്കെ ആണെങ്കിൽ ഒരു 1 month 1.5 months കിട്ടും. ഫാർ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 15 days നമുക്ക് അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു 2 weeksനുള്ളിൽ അവർക്ക് വണ്ടി കിട്ടും. അതാണ് ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ ചില കസ്റ്റമേഴ്സ് അവർക്ക് അർജൻറ്റായിട്ട് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈറ്റ് ചെയ്യും, അത് ചെയ്യാം. അതുകൊണ്ട് അതാണെങ്കിൽ അതിൻ്റെ ഇതനുസരിച്ചിട്ട് കസ്റ്റമർ റിക്വയർമെൻറ്റും അവരുടെ ഒരു അർജൻസി അനുസരിച്ചിട്ട് അതും ചെയ്തു കൊടുക്കാറുണ്ട്. മെയിൻലി വെഹിക്കിൾസ് പോകുന്നതെന്ന് പറയുന്നത് ബൈ ഷിപ്പ്. ഈവൻ ലൈക്ക് നമുക്കിപ്പോൾ കസ്റ്റമർ പെട്ടെന്ന് വേണമെങ്കിൽ അതുപോലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ അത് ഓൾമോസ്റ്റ് ഡോർ ടു ഡോർ ആണ് നമ്മുടെ സർവീസ്, എക്സെപ്റ്റ് ക്ലിയറിംഗ് അറ്റ് ദ ഡെസ്റ്റിനേഷൻ പോർട്ട്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ പോർട്ടിലെ കസ്റ്റംസ് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും ഓരോ രീതിയിലാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ വരെ ഇവിടുന്ന് നിന്ന് UAE അവിടെ വരെ വണ്ടി അവരുടെ പോർട്ടിലേക്ക് വരെ വണ്ടി നമ്മൾ ഷിപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ ക്ലിയറിംഗ് ചെയ്യേണ്ടത് കസ്റ്റമർ ഒന്നുമില്ല അവരുടെ ക്ലിയറിംഗ് ഏജൻറ്റ് ത്രൂ കസ്റ്റംസ് ഏജൻറ്റ് ത്രൂ അവർ ക്ലിയർ ചെയ്ത് വെഹിക്കിൾ അവർ അവിടെ എടുക്കണം. അവിടുത്തെ എന്തോ ലോക്കൽ കസ്റ്റംസ് റൂൾ അനുസരിച്ചിട്ട് അവിടെ ഡ്യൂട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ ഡ്യൂട്ടിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്ത് വണ്ടി എടുക്കുക. അതാണ് സാധാരണ ചെയ്യുന്നത്. ആ രീതിയിലാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത് കസ്റ്റമർക്ക്. അപ്പോൾ ആ പോകുന്ന വണ്ടികൾക്ക് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മറൈൻ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എല്ലാ വണ്ടികളും നമ്മൾ ഇൻഷുറൻസ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡാമേജ് ഈ ട്രാൻസിറ്റിൽ എന്തെങ്കിലും ഈ കണ്ടെയ്നറിൽ ഇപ്പം എന്തെങ്കിലും ടർബുലൻസ് ഷിപ്പിൽ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഇതായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവൻച്വാലിറ്റിയിൽ വന്ന് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലും കസ്റ്റമർക്ക് ഒരു കംപ്ലീറ്റ്ലി സേഫാണ്. നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഹാസിൽ ഫ്രീ ബിസിനസ് എന്നാണ് നമ്മൾ പറയുന്നത്. അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. എവറിഥിങ് ഈസ് പ്രൊട്ടക്റ്റഡ്. അതുണ്ട് സർവീസ് ഉണ്ട്. അതുകൂടാതെ മറ്റുള്ള രീതിയിലുള്ള പിന്നെ ഈ ഇതുമാതിരിയുള്ള ഇൻഷുറൻസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നു. സഹാറ മോട്ടോഴ്സിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെയും ധന്യ സൈനിങ് ഓഫ്. അടുത്തറിയാമിൻ്റെ ഇന്നത്തെ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ ശ്രീഭദ്ര ഫർണിച്ചറിലാണ്. 6 നിലകളിലായി ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. സോഫ സെറ്റ് മുതൽ ഹോം ഡെക്കേഴ്സ് വരെയുള്ള എല്ലാ ഫർണിച്ചറും. ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം.
നമുക്ക് എത്ര ഫ്ലോറുകളാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മുടെ കൊട്ടാരക്കര ഷോപ്പ് 70,000 സ്ക്വയർ ഫീറ്റ് ആണ്. നമുക്ക് 6 ഫ്ലോറായിട്ട്. 6 ഫ്ലോറായിട്ട്. അപ്പോൾ ഓരോ ഇതിപ്പം നമുക്കിപ്പോൾ ഇവിടെ ഫുള്ള് ഡൈനിങ് സെറ്റ് ആണ്. ഓരോ ഫ്ലോറിലും ഓരോരോ മോഡൽസ് ആണ് ഇട്ടേക്കുന്നത്. ഒരു ഫ്ലോറിൽ ഡൈനിങ് ടേബിൾ, ഒരു ഫ്ലോറിൽ നമുക്ക് ബെഡ്റൂം സെറ്റുകൾ, അടുത്ത ഫ്ലോറിൽ സോഫ സെറ്റുകൾ, ഓഫീസ് ഫർണിച്ചർ, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് ഓരോ ഫ്ലോറിലും അതാത് ഫർണിച്ചേഴ്സ് ആണുള്ളത് അല്ലേ? ഇവിടെയും പല തടിയിലും പല പല കോമ്പിനേഷനിലാണല്ലേ? എല്ലാ വെറൈറ്റി മോഡലുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് മാർബിൾ ടോപ്പുകൾ തന്നെ ഇപ്പം വളരെ വ്യത്യസ്തമായ എല്ലാ രാജ്യത്തും നടക്കുന്ന കൊറിയ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന വെറൈറ്റി മാർബിൾ ടോപ്പുകളാണ് കിടക്കുന്നത്. വ്യത്യസ്തമായ എല്ലാ മോഡലുകളും നമ്മൾ, അതായത് എല്ലാവിധ ഫർണിച്ചറുകളും ഉണ്ട്. ഇപ്പൊ കൂടുതലും മാർബിൾ ടോപ്പ് ആണ്. അതെ, ഇപ്പോഴത്തെ കസ്റ്റമറിന്റെ ഒരു ട്രെൻഡ്. അതെ, അതെല്ലാം മാറി ഇപ്പം പുതിയത്. നമ്മൾ ഓണം വരെ അല്ലേ? അപ്പോൾ സാധാരണ എങ്ങനെയാണ് ഓണം സ്റ്റാഫും എല്ലാമായിട്ട് എങ്ങനെയാണ് ഇവിടെ ആഘോഷങ്ങളൊക്കെ നടക്കാറുണ്ടോ? എല്ലാ വർഷവും ഓണത്തിന് നമ്മൾ ഉത്രാടത്തിന് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും ഒരു ഓണാഘോഷമുണ്ട്. അതുകൂടാതെ ഓണം കഴിയുമ്പം ഓണത്തിൻ്റെ പൊലിമ വിടാതെ തന്നെ നമ്മളൊരു സ്റ്റാഫ് ടൂർ കാണും. അത് ശരി. അപ്പോൾ നമ്മൾ പല ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇപ്പോൾ 4 ബ്രാഞ്ച് നിലവിലുണ്ട്. അപ്പം പല സ്ഥലത്തും പല സമയത്താണോ ഓണാഘോഷം നടക്കുന്നത്? അല്ലല്ല, എല്ലാ ബ്രാഞ്ചിലും ഉത്രാടത്തിൻ്റെ അന്ന് നമുക്ക് നമ്മുടെ ബ്രാഞ്ചിൽ തന്നെയാണ് ഉച്ചയ്ക്ക് ആഹാരവും കാര്യങ്ങളും ആഘോഷമല്ല. കലാപരിപാടിയും അതൊക്കെ കൊച്ചു കലാ എന്റർടൈൻമെന്റ് പരിപാടികളൊക്കെ ഉണ്ടാവാറ്. സ്റ്റാഫുകൾക്കൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും അല്ലേ? അപ്പം ഈ വർഷത്തെ ഓണ സമ്മാനമായിട്ടാണ് ശ്രീഭദ്ര ഫർണിച്ചർ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലെ ബ്രാഞ്ചാണ്. ഇവിടെ 7 നിലകളാണുള്ളത്. ഇവിടെ ഒരു വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് കൊച്ചു ടീ പോട്ട്സ് മുതൽ ഷോ ഐറ്റംസിൻ്റെ ഹോം ഡെക്കോർസ്, സോഫ, ഫർണിച്ചർ, സ്ലീപ്പ് വെയർ, ഇങ്ങനെ ബെഡ് കോട്ട്, അങ്ങനെ എന്തെല്ലാം ഒരു വീടിനകത്ത് വേണ്ട സാധനങ്ങളുണ്ടോ അതെല്ലാം തന്നെ പല പല നിലകളിലായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വീടുകൾക്ക് വേണ്ട ആവശ്യങ്ങൾ മാത്രമല്ല, ഓഫീസ് ഫർണിച്ചേഴ്സും എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ പ്രത്യേകത അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കസ്റ്റമേഴ്സുമായിട്ടുള്ള നേരിട്ടുള്ള ഇടപാടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ തടിയെടുക്കുകയാണെങ്കിലും ഇടനിലക്കാർ വഴിയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ നമുക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായേക്കാം, അതിൻ്റെ സർവീസിൽ വിശ്വാസക്കുറവുണ്ടായേക്കാം. ഇവിടെ അതൊന്നുമില്ല. അദ്ദേഹം നേരിട്ടാണ് ഇതിൻ്റെ ഇടപാടൊക്കെ നടത്തുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും അല്ലേ? 34 വർഷമായിട്ടുള്ള കസ്റ്റമർ ഇന്നും ശ്രീഭദ്ര തിരക്കി വരാറുണ്ട്. ഓ ശരി. 34 ഇയേഴ്സ് ആയിട്ടാണ് ഇതിപ്പോൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 34 വർഷമായിട്ടും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി പുതിയ എന്തെങ്കിലും പ്രോജക്ട്സ് ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതല്ലാതെ ഇനി കേരളത്തിന് പുറത്തോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട്. എല്ലാം നടക്കുമെന്നൊരു വിശ്വാസം. ഓക്കെ, ശരി. നമുക്ക് മൊത്തം എല്ലാ ബ്രാഞ്ചിലുമായി എത്ര സ്റ്റാഫ് ഉണ്ടാവും? നമുക്ക് ഏകദേശം നമ്മുടെ സെയിൽസും മറ്റുള്ള ഷോപ്പുകളിൽ മാത്രം ഒരു 150ഓളം സ്റ്റാഫുകളുണ്ട്. പിന്നെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഒരു 100ഓളം പേരുണ്ട്. ഏകദേശം 250ഓളം പേര് ശ്രീഭദ്ര ഫാമിലിയിലുണ്ട്. ശ്രീഭദ്ര ഫാമിലിയിലുണ്ടല്ലേ? അപ്പൊ പണ്ട് തൊട്ടേ ഉള്ളവരും ഉണ്ടാവുമല്ലോ? നമ്മുടെ ആദ്യകാലം മുതലേ ഉള്ളവരുണ്ട്. ആദ്യകാലം മുതലേ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിപ്പോ കണ്ടറിഞ്ഞ് സംസാരിച്ചത് ഇതിന്റെ ഒരു ഒതന്റിസിറ്റി ആണ്. വർഷങ്ങളായുള്ള ഒരു പഴക്കവും അതിന്റെ ഒരു വാല്യൂസ് എല്ലാം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ശ്രീഭദ്ര ഫർണിച്ചർ. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. അടുത്തറിയാം എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടുത്തറിയാം എന്ന സെഗ്മെന്റിലൂടെ നമ്മൾ അടുത്തറിയാൻ പോകുന്നത് കാക്കാനോടുള്ള കൊറിയർ വേൾഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്തറിയാം എന്ന സെഗ്മെന്റിൽ നമ്മൾ അടുത്തറിയാൻ പോകുന്നത് കൊറിയർ വേൾഡിന്റെ CEO ആയിട്ടുള്ള കവിത മാമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വേണ്ടിയിട്ട് മാം പറഞ്ഞു തരുന്നതായിരിക്കും. മാം, ഹായ്, അടുത്തറിയാം എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. താങ്ക് യു. കൊറിയർ വേൾഡിന്റെ തുടക്കം എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് സെറ്റപ്പിൽ നിന്നല്ല, വ്യക്തമായ ഒരു വിഷനിൽ നിന്നാണ്. അപ്പോൾ ഇതിന്റെ തുടക്കം മുതൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? നമസ്കാരം, എൻ്റെ പേര് കവിത സന്തോഷ് ലാൽ. ഞാൻ കൊറിയർ വേൾഡ് എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കൊറിയർ സർവീസിൻ്റെ CEO ആണ്. കൊറിയർ വേൾഡ് ഇന്റർനാഷണൽ ആരംഭിക്കുന്നത് 2009 ഞാൻ HR ആയിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ എനിക്കൊരു ബിസിനസ് എന്തെങ്കിലും ചെയ്യണം, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യണം എന്നൊരു ആശയം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി സപ്പോർട്ടിലൂടെ, പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് സന്തോഷ് ലാൽ, പുള്ളി മെർച്ചൻ്റ് നേവിയിലാണ്, പുള്ളിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഞാൻ 2009 ഇത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഈ ഒരു സ്റ്റാർട്ടപ്പ് ടൈമിൽ ഒരു വുമൺ എന്ന നിലയിൽ ആദ്യമായിട്ട് ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, ഒരുപാട് ചലഞ്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? 2009 ഒരു 500 സ്ക്വയർ ഫീറ്റ് സ്പേസ് ആയിട്ടാണ് നമ്മൾ ആദ്യം കൊറിയർ വേൾഡ് സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് 3-4 ഓഫീസുകൾ നമുക്ക് ഓൾറെഡി ഗോഡൗൺ ഇൻക്ലൂഡിങ് നമുക്ക് കൊച്ചിയിലുണ്ട്. ട്രിവാൻഡ്രം മുതൽ കാലിക്കറ്റ് വരെ നമുക്കൊരു 6ഓളം ബ്രാഞ്ചസ് ഉണ്ട്.
ഇതെല്ലാം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വളരെ ചലഞ്ചിങ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കൊറിയർ സർവീസ്, പ്രത്യേകിച്ച് ഒരു വുമൺ ഓൺട്രപ്രനർ ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ്, കൂടുതലും നമുക്ക് ചലഞ്ചിങ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ലേഡി എത്രത്തോളം ചലഞ്ചസ് അതിൽ കൊറിയർ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്യണം. അപ്പോൾ അത് നമുക്കൊരു മെൻ ഡോമിനേറ്റഡ് ഒരു സെഗ്മെൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഇൻ്റർനാഷണൽ കൊറിയർ സർവീസിനെ എല്ലാവരും നോക്കി കാണുന്നത്. പക്ഷെ അതിൽ ഞാൻ വന്ന സമയത്ത് എനിക്കതിലുണ്ടായിരുന്ന ചലഞ്ചസ് എല്ലാം ഞാനൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകുവാനും പിന്നീട് അതിൽ നിന്ന് നല്ല രീതിയിലേക്ക് നമുക്ക് ഇത്രയും നല്ലൊരു ഒരു നമ്പർ 1 കേരളത്തിലെ ഒരു ലോജിസ്റ്റിക് പാർട്ട്ണറായിട്ട്, ഒരു ട്രസ്റ്റബിൾ ലോജിസ്റ്റിക് പാർട്ട്ണറായിട്ട് മാറുവാനും കൊറിയർ വേൾഡിന് ഇപ്പോൾ 2026 സാധിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനോടും, പ്രത്യേകിച്ച് എക്സ്പോർട്ടേഴ്സ്, കോർപ്പറേറ്റ് കമ്പനീസ്, ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്, പിന്നെ വിദേശത്തുള്ള മലയാളികൾ പ്രത്യേകിച്ച്. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് കൂടാതെ തന്നെ മിക്കവാറും നമുക്ക് ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആരൊക്കെയാണ് കോർപ്പറേറ്റ് കമ്പനീസ് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ? ഇപ്പോൾ ബിൽഡേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന കോർപ്പറേറ്റ് ക്ലയൻസ്, നമ്മളിപ്പം മോർ ദാൻ 10 years ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മളായിട്ട് വെണ്ടർ രജിസ്ട്രേഷൻ ഇത് ചെയ്തിരിക്കുന്ന ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ശോഭ ബിൽഡേഴ്സ് ഉണ്ട്, സ്കൈലൈൻ ബിൽഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എഗ്രിമെൻറ്റ്സ് നമ്മൾ പുറത്തേക്ക് ക്ലയൻസിന് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് നമുക്ക് അതിലൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരാതെ അത്രയും നല്ല രീതിയിൽ അവർ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. തിരിച്ച് നമ്മളും നല്ല രീതിയിലൊരു കസ്റ്റമർ സപ്പോർട്ട് അവർക്ക് കൊടുത്തു വരാൻ സാധിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ കൊറിയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാമിന്റെ മനസ്സിൽ ഒരു എയിമും ഒരു വിഷനും ഒക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതെന്തൊക്കെയാണെന്ന് പറയാമോ? കേരളത്തിലെ ഇൻഡിവിജ്വൽസ്, ഫാമിലീസ്, ഓൺട്രപ്രനേഴ്സ്, എക്സ്പോർട്ടേഴ്സ് എന്നിവരെല്ലാം ലോകവുമായി കണക്ട് ചെയ്യുന്ന ഒരു ട്രസ്റ്റഡ് ലോജിസ്റ്റിക്സ് കൊറിയർ പാർട്ട്ണറായിട്ട് കൊറിയർ വേൾഡ് മാറുക എന്നതാണ് ആക്ച്വലി നമ്മുടെ ലക്ഷ്യം. ടെക്നോളജി, സർവീസ് എക്സലൻസ്, സ്ട്രോങ് കസ്റ്റമർ റിലേഷൻ എന്നിവയിലൂടെ കൊറിയർ വേൾഡിനെ ഒരു ശക്തമായ ഒരു ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക് ബ്രാൻഡാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഫ്യൂച്ചർ വിഷൻ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കൊറിയർ സർവീസുകളുണ്ട്. പക്ഷേ ഈ കൊറിയർ സർവീസ് മേഖലയിൽ ഇത്രയും ജനശ്രദ്ധ നേടാനായിട്ട് കൊറിയർ വേൾഡ് ചെയ്തത് എന്താണ്? ഒരു പാഴ്സൽ, ഒരു ഫുഡ് ഐറ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ആയിക്കോട്ടെ, അത് അയക്കുന്നത് ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, ഒരു അമ്മയായിരിക്കാം, ഒരു മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു വൈഫ് ഹസ്ബൻഡിന് അയക്കുന്ന ഒരു ഗിഫ്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമോഷണൽ ഫീലിംഗ് അടങ്ങിയിരിക്കുന്നതാണ് ഓരോ പാഴ്സൽസും. അപ്പോൾ അത് എത്ര കരുതലോടെയും എത്രത്തോളം ട്രസ്റ്റ് വർത്തി ആയിട്ട്, റിലയബിൾ ആയിട്ടും, സ്പീഡ് കൊറിയറിലൂടെയും റിലയബിൾ കൊറിയർ റേറ്റ്സിലൂടെയും ഞങ്ങൾ കൊടുക്കുന്നു, അത്രത്തോളമാണ് ആ കസ്റ്റമറിന് ആ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പാഴ്സലിനും ആ ഒരു ഇമോഷണൽ ഫീലിംഗോടുകൂടി തന്നെയാണ് നമ്മൾ ഓരോ പാഴ്സലിനെയും കരുതുന്നത്. അങ്ങനെയാണ് അത് ഡെലിവറി ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് UK അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ഒക്കെ കൊറിയർ അയക്കണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ UK കൊറിയർ അയക്കണമെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് അവിടെ ഡെലിവറി ചെയ്യാൻ സാധിക്കും? UK നമുക്കൊരു കൊറിയർ എത്തിക്കാനായിട്ട് ജസ്റ്റ് 3 days ഒരു ട്രാൻസിറ്റ് ടൈം മാത്രമേ ആവശ്യമുള്ളൂ. 3 days കസ്റ്റമറിന് അത് കൊച്ചി ടു UK ഡെലിവർ ആവും. ക്വാണ്ടിറ്റി, നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ്, ചിലപ്പോൾ ആദ്യം അവരൊന്നും ഹിഡൻ ചാർജസോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം കാര്യത്തോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പിക്ക് ചെയ്യാൻ പോരുന്ന സമയത്തായിരിക്കും ഈ ക്വാണ്ടിറ്റിയുടെ കിലോ അതുപോലെ തന്നെ പ്രൈസ് ഒക്കെ പറയുന്നത്. എങ്ങനെയാണ് കൊറിയർ വേൾഡ് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാമോ? ഒരുപാട് മലയാളികൾ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് നമ്മുടെ അടുത്ത് വന്നിട്ട് പല പ്രോബ്ലംസും അവർ പറയാറുണ്ട്. ബാക്കിയുള്ള കൊറിയർ സർവീസസിൽ അവർ അയക്കുമ്പോൾ അവർക്ക് ഇലക്ട്രോണിക് ഐറ്റംസ്, അതുപോലെ ഇമിറ്റേഷൻ ജ്വല്ലറി, ഫുഡ് ഐറ്റംസ്, ഗീ, ഓയിൽ പോലുള്ളതിനൊക്കെ എക്സ്ട്രാ ചാർജസ് ഈടാക്കുന്നുണ്ടെന്ന്. കൊറിയർ വേൾഡിൻ്റെ കസ്റ്റമേഴ്സിനോട് നമുക്ക് പറയാനുള്ളത്, നമ്മൾ യാതൊരു വിധത്തിലുള്ള എക്സ്ട്രാ അല്ലെങ്കിൽ ഹിഡൻ ചാർജസും ഒരു കസ്റ്റമേഴ്സിൻ്റെയൊന്നും ഈടാക്കുന്നില്ല. മാത്രമല്ല, നമുക്ക് ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഫാമിലീസിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ട്. നമുക്കൊരു 200 to 300 kgs വരെ ഷിപ്മെന്റ്സ് നമുക്ക് ഒറ്റ വേ ബില്ല് തന്നെ നമുക്ക് അയക്കാവുന്നതുമാണ്. മാം പറഞ്ഞ പോലെ ട്രിവാൻഡ്രം മുതൽ നമ്മുടെ കോഴിക്കോട് വരെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള സ്റ്റാഫുകളും ഉണ്ട്. പക്ഷേ നമുക്ക് എന്താ പറയുക, കോഴിക്കോട് കഴിഞ്ഞിട്ട് വയനാടോ അതുപോലെ തന്നെ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ആളുകൾക്ക് ഈ കൊറിയർ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ എങ്ങനെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും? അതുപോലെ തന്നെ അവരുടെ കൊറിയേഴ്സൊക്കെ എങ്ങനെയായിരിക്കും പോയി കളക്ട് ചെയ്യുക, അതൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായും. കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇൻ്റർനാഷണൽ കൊറിയർ സർവീസിന് വേണ്ടിയിട്ട് നമ്മുടെ കൊറിയർ വേൾഡ് ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ വന്ന് നിങ്ങൾക്ക് പിക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസ് എന്ന നിലയിൽ
നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഇല്ലാതെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, നമ്മൾ കൊറിയറൊക്കെ ചെയ്യുന്ന സമയത്ത് ക്വാണ്ടിറ്റി വലിയൊരു ഇഷ്യൂ ആയിട്ട് തന്നെ പറയാറുണ്ട് പലരും. ആ ക്വാണ്ടിറ്റിയുടെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് പറയാമോ? എത്ര ബൾക്ക് ക്വാണ്ടിറ്റീസ് ആണെങ്കിലും കൊറിയർ വേൾഡിന്റെ ടീം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എബോവ് 200 to 300 kgs ആണെങ്കിൽ നമ്മുടെ വാൻ വന്ന് പിക്കപ്പ് ചെയ്യുന്നുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഇന്ന് അടുത്തറിയാം എന്ന സെഗ്മെന്റിൽ നമ്മൾ പരിചയപ്പെട്ടത് ഇന്റർനാഷണൽ കൊറിയർ സർവീസിൽ ഒരുപാട് വർഷത്തെ സേവന പാരമ്പര്യമുള്ള കൊറിയർ വേൾഡ് കമ്പനിയുടെ CEO ആയിട്ടുള്ള കവിത മാം ആണ്. മാം, ഹൃദയം നിറഞ്ഞ നന്ദി, ആശംസകൾ. താങ്ക് യു. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. AK ജയൻ ആൻഡ് അസോസിയേറ്റ് ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻ വർക്കുകളാണ് ഞങ്ങളിവിടെ ചെയ്തു വരുന്നത്. ലാൻഡ് കൺവെർഷൻ അഥവാ തരം മാറ്റം, റവന്യൂ രേഖകളിൽ നിലമെന്ന് രേഖപ്പെട്ടിട്ടുള്ളതും എന്നാൽ പുരയിടമായിട്ട് 2008 മുമ്പ് നികർന്നു കിടക്കുന്നതുമായ വസ്തുക്കൾ പുരയിടമായിട്ട് കൺവെർട്ട് ചെയ്യുന്നതിൻ്റെ നിയമപരമായ കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്തു കൊടുക്കുന്നത്. ലാൻഡ് സംബന്ധമായ ക്ലയൻറ്റിന് ആവശ്യമായ രീതിയിൽ ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് നൽകുന്നുണ്ട്. കേരളത്തിലെവിടെയും ലാൻഡ് ഡെവലപ്മെൻറ്റ് ഞങ്ങൾ ചെയ്ത് നൽകി വരുന്നു. ഡോക്യുമെൻ്റ് അപ്ഡേഷൻ ചെയ്ത് നൽകുന്നുണ്ട്. പല ആൾക്കാരുടെയും വസ്തു സംബന്ധമായ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാതെ മുടങ്ങിക്കിടക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ ഞങ്ങളെ സമീപിച്ചാൽ ഡോക്യുമെൻ്റ് അപ്ഡേഷൻ സമയബന്ധിതമായി ചെയ്ത് നൽകുന്നു. ഇതിന് ഒരു ഓതറൈസേഷൻ ഞങ്ങൾ വാങ്ങുന്നതായിരിക്കും. വസ്തു സംബന്ധമായ കൺസൾട്ടേഷനും ഞങ്ങൾ നൽകി വരുന്നുണ്ട്. നിരവധി ആൾക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ബിൽഡിങ് വയ്ക്കുന്നതിലേക്കായി CRZ ക്ലിയറിങ്സ് ആവശ്യമാണ്. എന്നാൽ പലർക്കും ഇത് വലിയ ഒരു ബാധ്യതയും ബുദ്ധിമുട്ടുമായി വരുന്നു. അത്തരം ആൾക്കാരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു പ്രോജക്റ്റിന് വേണ്ട എല്ലാവിധ ലൈസൻ വർക്കുകളും, അതായത് പെർമിറ്റ് ഉൾപ്പെടെ ലാൻഡ് ഡെവലപ്മെൻറ്റ്, അത്തരത്തിലുള്ള ലൈസൻസുകൾ അടക്കമുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റും ഞങ്ങൾ സമയബന്ധിതമായി പ്രോജക്റ്റ് വർക്കുകൾക്കായി ചെയ്തു നൽകും. കേരളത്തിലെവിടെയും പ്രോജക്റ്റുകൾക്കായിട്ട് വസ്തു കണ്ടെത്തി ക്ലയൻറ്റിന് ആവശ്യമായ അവരുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഞങ്ങൾ പ്രോജക്റ്റ് വേണ്ട എല്ലാവിധ വർക്കുകളും ചെയ്തു നൽകുന്നു. നിരവധി എസ്റ്റേറ്റുകൾ നോക്കി നടത്താൻ ആളില്ലാതെ നശിച്ച് ഇന്ന് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള എസ്റ്റേറ്റുകൾ ഞങ്ങളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലപ്രദമായ രീതിയിൽ ലാഭകരമായിട്ടും ഞങ്ങൾ മാനേജ് ചെയ്ത് നൽകുന്നുണ്ട്. എന്നിങ്ങനെ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ലൈസനിങ് വർക്കുകൾ കേരളത്തിൽ എവിടെയും സമയബന്ധിതമായും റീസണബിളായി ഞങ്ങൾ ചെയ്തു നൽകുന്നു. ഇത്തരത്തിൽ ലാൻഡ് സംബന്ധമായ ഒരു പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഏവർക്കും AK ജയൻ ആൻഡ് അസോസിയേറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത്തം 10 പൊന്നോണം 2026 ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒപ്പം തൃക്കേട്ട ദിന പരിപാടികളും. നാളെ വീണ്ടും കുറേ വിശേഷങ്ങളുമായി കാണാം. ദിസ് ഇസ് സുകന്യ ജയറാം സൈനിങ് ഓഫ്. ബൈ. അത്തം 10 പൊന്നോണം 2026 ഹാപ്പി